ഹലോ, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി മീനച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല ഉണക്ക മീൻ, സ്രാവ് മീനല്ലേ, അത് അച്ചാറിട്ട് വെച്ചതാണ്. അപ്പോൾ എങ്ങനെയാണിത് ഞാൻ അച്ചാറിട്ടതെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലെ ഇത്രയും വലിപ്പത്തിലുള്ളൊരു പീസ് ഇങ്ങനെ കട്ട് ചെയ്ത് വാങ്ങിയതാണ് കേട്ടോ. 1/2 കിലോനുണ്ടായിരുന്നത് ഇത്. നല്ല റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ രാവിലെ നമ്മൾ അടുക്കളയ്ക്ക് വന്ന ആ ഒരു സമയത്ത് ഞാനിത് വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഇങ്ങനെ മുഴുവനായിട്ട് കട്ട് ചെയ്യാതെ വെള്ളത്തിലിട്ട് വെച്ചിട്ടോ. എന്നിട്ട് പിന്നെ വൈകുന്നേരത്താണ് പിന്നെ ഞാനിത് എടുക്കണം കേട്ടോ. അപ്പോഴും അതേപോലെ തന്നെ ഉണ്ടത്. അപ്പോൾ ഞാനതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞു, തൊലി കളഞ്ഞതിന് ശേഷം ബാക്കിയുള്ള എല്ലാം അങ്ങനെ നല്ല കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കണ്ടാൽ നമുക്കൊന്നും വല്ല ബീഫോ അങ്ങനെ ഒരു ഇറച്ചീൻ്റെ ഒക്കെ ഒരു ലുക്ക് തോന്നില്ലേ അത് കാണുമ്പോൾ. അപ്പോൾ ഇതിലിപ്പോഴും അത്യാവശ്യത്തിന് ഉപ്പ് നല്ലോണം ഉണ്ട്. കാരണം ഞാൻ ഒരു 12 മണിക്കൂറിന് മുകളിൽ വെള്ളത്തിലിട്ട് വെച്ചതും അങ്ങനെ കട്ട് ചെയ്യാതെയാണല്ലോ വെള്ളത്തിലിട്ട് വെച്ചത്. അപ്പോൾ അത്രയും സമയം വെള്ളത്തിലിട്ട് വെച്ചിട്ടും ഇതിൻ്റെ ഉപ്പിനൊരു അനക്കം പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ രാത്രി ഞാൻ പറയാം അങ്ങനെ കട്ട് ചെയ്തിട്ട് വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, പുറത്ത് വെച്ചില്ല, ഫ്രിഡ്ജിലേക്ക് വെച്ചു. ഇനിയിപ്പോൾ അഥവാ അതിൻ്റെ ഈ ഒരു മീറ്റിന് എന്തെങ്കിലും പ്രശ്നം വന്നാലോ കേടായാലും വിചാരിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു പാത്രത്തിൽ അതേപോലെ തന്നെ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടോ. പിന്നെ ഞാൻ നേരം വെളുത്തിട്ട് രാവിലെയാണ് എടുത്തിട്ട് നന്നായിട്ട് കഴുകി ഇതുപോലെ ഈ ഓട്ടപ്പാത്രത്തിലൊക്കെ എടുത്ത് വെച്ചിട്ടോ. ഞാൻ കൈ കൊണ്ടൊക്കെ നന്നായിട്ട് ഇങ്ങനെ പിഴിഞ്ഞെടുത്തിരുന്നുണ്ട്, കാരണം നന്നായിട്ട് വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൽ എന്താ പറയുക, മൊത്തത്തിൽ ഉപ്പ് ഇതിന്ന് പോയിട്ടുണ്ട്. ഒരു കുറച്ച് ഉപ്പ് മാത്രമേ അതിലുള്ളൂ കേട്ടോ, ബാക്കി എല്ലാ ഉപ്പും പോയിട്ടുണ്ട്. ഇങ്ങനെ ഞാൻ കൈ കൊണ്ട് ഇങ്ങനെ പിഴിഞ്ഞെടുത്തപ്പോൾ നന്നായിട്ട് അതിൽ നിന്ന് തന്നെ വെള്ളവും കുറേ വരുന്നുണ്ട്. എന്നിട്ട് അങ്ങനെ അത്രത്തോളം വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷമാണ് നമ്മളിത് അച്ചാറിടാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. അപ്പോൾ അച്ചാറിടാൻ തുടങ്ങുന്നതിന് മുൻപേ നമ്മളിത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കാശ്മീരി ചില്ലി, പിന്നെ ഒരു നുള്ളുപ്പ് ഒരു നുള്ളു മുളക് പൊടി കുറച്ചാണ് ചേർത്തത്. കാശ്മീരി ചില്ലിയാണ് കൂടുതലിട്ടത്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കൈ കൊണ്ട് ഇങ്ങനെ കുഴച്ചിട്ട് ഒരു 5 മിനിറ്റ് അത്ര വെച്ചിട്ടാണ്. ഒരുപാട് സമയം റെസ്റ്റ് ചെയ്യണമെന്ന് വെച്ചിട്ടില്ല, 5 മിനിറ്റ് അവിടെ അങ്ങനെ വെച്ചു. എന്നിട്ട് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫ്രൈ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഉരുളിയിലാണ് കേട്ടോ. വേറെ നമുക്ക് ഇരുമ്പിൻ്റെ ചട്ടി അങ്ങനത്തെ ഒന്നുമില്ല. ഇതിലേക്ക് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു. ഓയിലൊന്ന് ചൂടായി വന്നപ്പോൾ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് കൊടുത്തിട്ടോ, അടിയിലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ 2 പ്രാവശ്യമായിട്ടാണ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നന്നായിട്ട് ഫ്രൈ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ കുറച്ച് അത്യാവശ്യം നല്ല ഇങ്ങനെ ആ ഒരു കിലുകിലാ പരുവുണ്ടല്ലോ, അങ്ങനെ നമ്മളിങ്ങനെ പാത്രത്തിലേക്ക് ഇടുമ്പോൾ അങ്ങനെ പൊക്കി വെക്കുമ്പോൾ ഒരു ചിൽ പരുവം, ഒരു ക്രിസ്പിനെസ്, അതായത് ചെറിയ രീതിയിൽ അങ്ങനെ ആക്കിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫ്രൈ ചെയ്യാനാണ് നമുക്ക് കുറച്ച് സമയം എടുക്കുക. ബാക്കിയെല്ലാം ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് തീർത്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അതുമാത്രമല്ല അടിപൊളിയായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് കോരിയെടുക്കട്ടെ. അങ്ങനെ 2 സ്റ്റെപ്പായിട്ടാണ് ചെയ്യണത്. വലിയ പാത്രമൊന്നുമില്ല, പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇരുമ്പിൻ്റെ ചട്ടി അങ്ങനത്തതും ഇല്ല. നമ്മൾ ഈ ഒരു ഉരുളിയിലാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ മീൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടോ. ഞാൻ നേരത്തെ അതൊന്നും സെറ്റാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഫ്രൈ ചെയ്യാൻ വെച്ച സമയത്താണ് ഞാനിതൊക്കെ റെഡിയാക്കിയത്. കാരണം ആ ഒരു സമയം നമുക്ക് ഇതൊക്കെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇഞ്ചിയൊക്കെ തൊലി കളഞ്ഞ് വെച്ചു, വെളുത്തുള്ളിയും എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് പച്ചമുളകും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇട്ട് കൊടുത്തതൊക്കെ നന്നായിട്ട് ഇങ്ങനെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കോരി മാറ്റുകയാണ്. എന്നിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ.
അപ്പോൾ ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നീളത്തിൽ കട്ട് ചെയ്തു. പിന്നെ പച്ചമുളക് ഇങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്തു. പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മൾ മുഴുവനും ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിലെ ഈ ഓയിൽ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റിയാണ് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ അടിയിലുള്ള പൊടികളും അതും അങ്ങോട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് ഞാൻ അച്ചാറിടാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ ഇനി അച്ചാറിടാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് നല്ലെണ്ണയാണ് കേട്ടോ. നല്ലെണ്ണ എടുത്തിട്ട് അതിലാണ് നമ്മൾ ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിൽ ഉള്ള ഏകദേശം പൊടികളൊക്കെ ഞാൻ എടുത്ത് കോരി മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തു. ഇതിലേക്ക് ഞാൻ എണ്ണ ചൂടാകുമ്പോഴത്തേക്കും കടുക് ഉലുവ ഇത് രണ്ടും കൂടെ ഇട്ടിട്ട് പൊട്ടിയതിന് ശേഷം പിന്നെ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കും. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഇവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാനിനി പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി, മുളകും പൊടി. ഇതിൻ്റെ ഇടയിൽ എന്താ പറയുക, ഞാൻ എൻ്റെ ക്യാമറ ഒന്ന് ഓഫായി തോന്നുന്നുണ്ട്. അച്ചാർ പൊടി ഉണ്ടല്ലോ അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ വീഡിയോയിൽ കാണുന്നില്ല കേട്ടോ. പിന്നെ കുറച്ച് മുളക് പൊടി എല്ലാം കൂടി ഇട്ട് നല്ലതായിട്ടൊന്ന് മൂപ്പിച്ചു. എന്നിട്ട് ഞാൻ തീ ഓഫ് ചെയ്തു. പൊടികൾ മൂത്ത് വന്നപ്പോൾ തീ ഓഫ് ചെയ്തിട്ടാണ് പിന്നെ നമ്മുടെ നമ്മൾ ഫ്രൈ ചെയ്ത മീൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. പിന്നെ നന്നായിട്ട് എരിവാണെന്നുള്ളവർക്ക് മുളക് പൊടി നന്നായിട്ട് ചേർക്കാം കേട്ടോ. ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അത്യാവശ്യം ചേർത്തതുകൊണ്ട് തന്നെ മുളക് പൊടി കുറച്ച് കുറച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ പിക്കിൾ മസാല ഉണ്ടല്ലോ അതിനകത്ത് കുറച്ചൊരു എരിവൊക്കെ ഉണ്ടാവും. അതും കൂടെ ചേർത്ത് കേട്ടോ. അത് ചേർത്ത് വീഡിയോ ഇതിലായിട്ടില്ല തോന്നുന്നുണ്ട്. ഓക്കെ, നന്നായിട്ട് മിക്സ് ചെയ്തു. പിന്നെ നമ്മൾ തീ കത്തിക്കുകയേ വേണ്ട. പിന്നെ നമുക്കിതിലേക്ക് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. വിനാഗിരി കുറച്ച് അത്യാവശ്യം ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിതിൽ ചേർക്കുമ്പോൾ ഒരു വെള്ളം പോലെയൊക്കെ തോന്നും. പക്ഷേ ഇത് കുറച്ച് സമയം എനിക്ക് ഒരു 1 hour വയ്ക്കുമ്പോഴത്തേക്കും ഈ വിനാഗിരിയൊക്കെ അതായത് നമ്മളെ മീനിലേക്ക് പിടിച്ചിട്ടുണ്ടാകും. നന്നായിട്ട് ഇങ്ങോട്ട് എല്ലാം കൂടെ ഡ്രൈ ആയിട്ടുണ്ടാകും. ഇതിലുള്ള ആ വിനാഗിരി മൊത്തം ആ മീനൊക്കെ ഇങ്ങനെ കുടിച്ചെടുത്തിട്ടുണ്ടാവും എന്ന് തന്നെ പറയാം. അപ്പോൾ ഒരു വെള്ളമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇനി ഇത് നമുക്ക് എന്താ പറയുക, ഞാൻ ഈ ഒരു പാത്രത്തിൽ ഒരു ഓവർനൈറ്റ് വെച്ചിട്ട് രാവിലെ കുപ്പിയിലേക്ക് ഇടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോഴത്തേക്കെല്ലാം സെറ്റ് ആവുമല്ലോ വിചാരിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് അടച്ച് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് കണ്ടോ, 1 മണിക്കൂറൊന്നും ആയില്ല കേട്ടോ. ഇടയ്ക്ക് വന്ന് ഞാനൊന്ന് തുറന്ന് നോക്കിയപ്പോൾ ഏകദേശം ഇതിലുള്ള വിനാഗിരി എല്ലാം നമ്മൾ ആ മീനിലേക്കൊക്കെ പിടിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അടിയിൽ കുറച്ച് എണ്ണയും കുറച്ച് വിനാഗിരിയൊക്കെ തന്നെ ഉള്ളൂ. ഇനി ഇതൊന്നും കൂടെ വെക്കുമ്പോൾ ഒന്നും കൂടി നല്ല ഡ്രൈ ആയിട്ട് വരും കേട്ടോ. പിന്നെ നമുക്ക് നോക്കാം അതിലേക്ക് ഉപ്പും പുളിയൊക്കെ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ഉപ്പ് ഇനി തീരെ ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ പുളി വിനാഗിരി കുറച്ച് കുറവാണെങ്കിൽ വിനാഗിരി ഒന്നും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിത് പിറ്റേ ദിവസം നമുക്ക് കുപ്പിയിലാക്കി വെക്കാമെന്നും പറഞ്ഞിട്ടാണ് അങ്ങനെ അവിടെ വെച്ചത് കേട്ടോ. പക്ഷേ വൈകുന്നേരം ആയപ്പോഴത്തേക്കും മക്കളെ സ്കൂളിട്ട് വന്നപ്പോഴത്തേക്കും വാതിൽ തുറന്നപ്പോൾ തന്നെ പറയുന്നുണ്ട്, അമ്മ അച്ചാറിൻ്റെ മണം അടിച്ചിട്ട് വയ്യാന്ന് പറഞ്ഞ് ഈ ഒരു സ്പൂണ് എടുത്തിട്ട് കോരി തിന്നിട്ട് പോയതാണ് കേട്ടോ. സ്പൂൺ അവിടെ വെച്ചതാണ്. അതായത് സ്കൂളിട്ട് വന്നപ്പോഴേ വേഗം അടുക്കളയ്ക്ക് വന്നൊരു സ്പൂൺ എടുത്തിട്ട് ഒരു സ്പൂൺ അങ്ങനെ കോരി വായിക്ക് ഇട്ടിട്ടാണ് ആൾ പോയത്. അപ്പോൾ ഇനി ഇതിവിടെ വെച്ചാൽ അധികം സമയം ഉണ്ടാവില്ല എന്നൊക്കെ മനസ്സിലായിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കാരണം. അപ്പോൾ ഇത് ഒരു 2 ദിവസം 3 ദിവസമൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ടേസ്റ്റ്. ഉണ്ടാക്കിയിട്ട് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു പറയുന്നത് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റാണെന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇനി സാധനം ഇവിടെ വയ്ക്കാൻ പറ്റില്ല എന്നൊക്കെ മനസ്സിലായി. അങ്ങനെ 2 ആളും വന്ന് കോരി തിന്നിയിരുന്നു. അപ്പോൾ ഞാനിനി അത് കുപ്പിയിലാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. ഇങ്ങനെ തന്നെ കുറച്ച് അത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷമാണ് കുപ്പിയിലാക്കാൻ വേണ്ടി പറ്റുക. അപ്പോൾ ഇതുവരെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതുപോലെ ഇങ്ങനെ ഒരു മീൻ വെച്ചിട്ട്, സ്രാവ് മീനായിരുന്നു അത് വെച്ചിട്ട് അച്ചാർ ഉണ്ടാക്കി നോക്കണത്. എന്തായാലും സക്സസ് ആയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇവിടെ ഒരാൾ വീണ്ടും മണടിച്ചിട്ട് വയ്യമ്മ ഞാൻ പോയി തിന്നിട്ടേ വായിലിങ്ങനെ വെള്ളം വരിക എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും പോകണ്ട. അപ്പം ഞാൻ പുറകെ പോവുമായിരുന്നു കേട്ടോ. ഇത് തീർക്കുന്നുള്ളതുകൊണ്ട് ഞാനും പുറകെ പോയി. അപ്പോൾ സംഭവം ഏകദേശം തീരാനായിട്ടുണ്ട്. ഇനി കുറച്ചൊക്കെ തന്നെ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ. കണ്ടതിൻ്റെ ഇടയ്ക്കൊക്കെ കോരി തിന്നതാണ് ഇതെല്ലാം കാണുന്നത്. അപ്പോൾ എന്തായാലും ആദ്യമായിട്ടൊക്കെ മീനച്ചാർ ഇട്ട് നോക്കുന്നവരാണെങ്കിൽ ഒന്ന് ഇട്ട് നോക്കട്ടോ. ഞാനും എന്താ പറയുക ഇട്ട് നോക്കിയിട്ട് സക്സസ് ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഞാൻ അതെടുത്ത് റാക്കിൻ്റെ മുകളിലേക്ക് എടുത്ത് മാറ്റി വെച്ചിരുന്നു രാത്രി കേട്ടോ. എന്നിട്ട് പിന്നെ രാവിലെ എണീറ്റ് വന്ന് ചായയോടെയൊക്കെ കഴിഞ്ഞപ്പോൾ വേഗം പിന്നെ ഒരു കുപ്പി എടുത്തിട്ട് അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇനി പുറത്ത് വെച്ചാൽ പിന്നെ ഒന്നും കിട്ടില്ല. കുപ്പിയിലേക്ക് തന്നെ ഇടാനില്ല. നിറച്ച് ഉള്ള സംഭവം ഇനി ഇത്രയേ ഉള്ളൂ. അതായത് ഈ ഒരു നമ്മൾ 500-ൻ്റെ ആ കുപ്പി ഹോർലിക്സിൻ്റെ ഒരു ബോട്ടിലാണ് കേട്ടോ. അതിലേക്ക് നിറച്ചുണ്ടാവേണ്ട സാധനം ഒരു 3/4 ഭാഗം ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ അവരങ്ങനെ തിന്നിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. ഞാനിപ്പോൾ കുപ്പിയിലാക്കാൻ്റെ ഇടയിലും കൂടെ വന്നിട്ട് ഒരാൾ കൈയിട്ട് വാരി തിന്നുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാ കുട്ടികൾക്കും ടാറ്റാ ബൈ സീ യു. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ ബൈ.